ഒരു രാമായണ മാസക്കാലം കൂടി വിട പറയുന്നു. എങ്കിലും രാമായണമടക്കമുള്ള പുരാണങ്ങൾ നിത്യവും വായിക്കുന്ന കൊല്ലം മാടൻനട സ്വദേശിനി ലീലാവതി അമ്മയെ നമുക്കിന്ന് പരിചയപ്പെടാം. 88-ാം വയസ്സിലും പുരാണങ്ങളുടെ മിക്ക ഭാഗങ്ങളും കാണാപാഠമാണ് ഈ അമ്മയ്ക്ക്. ലീലാവതി അമ്മ പുലർച്ചെ എഴുന്നേൽക്കും, പ്രാർത്ഥനയിൽ തുടക്കം, വീട്ടുജോലിയിലും സജീവം. ചില നിഷ്ഠകളൊക്കെയുണ്ട്. രാമായണവും ഭാഗവതവും പാരായണം ചെയ്യുന്നത് ശീലമാണ്. വീട്ടിലെ വായനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക്. പ്രായത്തിൻ്റെ അവശതകൾ പ്രത്യേകിച്ചൊന്നുമില്ല. ദശവദനപുരിയിൽ വിരവോട് പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചേടിനാൻ ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ കവീന്ദ്രനും. അമ്മയുടെ വായന ഭാഷ ഈ ശ്രുതിയും ലയവും താളമൊന്നുമില്ല. പക്ഷേ അമ്മ നല്ല സ്ഫുടതയായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി വായിക്കും. അതുകൊണ്ട് ഒരുപാട് പേർക്ക് അത് അമ്മയുടെ വായനയാണ് ഇഷ്ടം. വീടുകളിലും അമ്പലങ്ങളിലും മുൻകൂർ ബുക്കിംഗാണ് ഈ അമ്മയുടെ വായനയ്ക്ക്. പിതാവിൽ നിന്ന് കിട്ടിയ ശീലം പിന്നീട് ഒരു വരുമാന മാർഗം കൂടിയായി. ഇന്ത്യയുടെ അഭിമാന താരം മസിൽമാൻ സുരേഷ് കുമാർ അടക്കം 6 മക്കൾ. ഞാൻ എൻ്റെ 7 വയസ്സ് മുതൽ ഹരിനാമകീർത്തനവും സൂര്യകീർത്തനവും എല്ലാം ഞാൻ കാണാതെ ചെല്ലുന്നുണ്ട്. ആ ഒരു രീതി ഇന്നും തുടങ്ങുന്നുണ്ട്. ഇന്നും വെളുപ്പിലെ ഭഗവാനെ വിളിച്ചിട്ടല്ലാതെ നമ്മളെ എണീക്കത്തില്ല. അങ്ങനെയുള്ള ഒരു ചിട്ടയില അമ്മയുടെ ഒരു ജീവിതം. അച്ഛൻ കസേരയിലിരിക്കും, ഞാൻ രാമായണം വായിക്കുമായിരുന്നു അന്ന് കൊച്ചിലെ. അന്നേരം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരും. അതെൻ്റെ മനസ്സിൽ അന്ന് മുതൽ വായിക്കാൻ തുടങ്ങുന്നതാണ്. പക്ഷേ ഈ പദം പറഞ്ഞ് വായിക്കുന്നതിന് എൻ്റെ ആശാന എന്നെ പഠിപ്പിച്ചത്. കർക്കിടകം പിറന്നാൽ പിന്നെ ലീലാവതി അമ്മയ്ക്ക് തിരക്കാണ്. കൊല്ലൂർവിള ശ്രീ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ സ്ഥിരം വായനക്കാരി കൂടിയാണ് ഈ അമ്മ. രാമായണ പാരായണത്തിൻ്റെ പ്രത്യേകതകൾ എന്തെന്നല്ലേ? ഇപ്പോഴത്തെ വിവർത്തനം തന്നെ നമ്മളെ സാധാരണ ജനങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ, അതായത് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് അവതരണമാണ്. അത് വായിക്കുന്ന വായന, കാര്യം ഇത് വായിക്കുന്നതിലുപരി ശ്രവണമാണ്. ശ്രവണം കേൾക്കുന്നതും അതൊരു പുണ്യമാണ്. അപ്പോൾ അത് അത്രയും വൃത്തിയായിട്ടാണ് ഇവരത് ചെയ്യുന്നത്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാമായണത്തിൻ്റെ ശീലുകൾ മലയാളി ഭവനങ്ങളെ ഭക്തിസാന്ദ്രമാക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാമായണ പാരായണം നാട്ടിൻപുറങ്ങളിൽ സജീവമാക്കുന്നത് ലീലാവതി അമ്മയെ പോലുള്ളവരാണ്. രാമായണ പാരായണം പോലെ പുണ്യമാണ് കേൾക്കുന്നതും. അതും അക്ഷരസ്ഫുടതയോടെ രാമായണം പാരായണം ചെയ്യുന്നത് കേൾക്കാൻ. 88-ൻ്റെ ചെറുപ്പത്തിലും ലീലാവതി അമ്മ മനസ്സുകൾ കീഴടക്കുകയാണ് അക്ഷരസ്ഫുടതയുള്ള രാമായണ പാരായണത്തിലൂടെ. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ഷിജു മോഹൻ CS-നോടൊപ്പം ബി ശ്രീകുമാർ.